അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കുകയാണ്. ഈ റവയിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്യാരറ്റ്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുത്താണ് കേട്ടോ ഇത്. നമ്മൾ ഈ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തതേ ഉള്ളൂ. 3/4 കപ്പ് അളവിൽ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയുടെ തൊലി ഇതുപോലെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഏലക്കയുടെ ഈ കുരുവും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാല് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാൽ ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ പപ്പാതി വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു റവയുടെ മിക്സ് ആണ്. ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ റവ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ റവ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം ഞാൻ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം പോലാണ് ഇരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഒരുപാടങ്ങ് കുറുക്കിയിട്ടെടുക്കണ്ട കേട്ടോ. നമ്മൾ തരിക്കഞ്ഞിയൊക്കെ ആക്കുന്നതിൻ്റെ ഏകദേശം ഒന്ന് കുറുക്കിയിട്ടെടുത്താൽ മതി. ക്യാരറ്റിൻ്റെ ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതിവിടെ നിന്ന് കുറുകി വരുന്നുണ്ട്. നമുക്കിനി ഒരു 1-2 മിനിറ്റും കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഒരുപാടങ്ങ് കുറുകി പോവാതെ ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുറുകി കിട്ടിയാൽ മതി. ഇത് നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ തരിക്കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെയും കുടിക്കാവുന്നതാണ്. നമ്മളിത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കുടിക്കുന്നതെങ്കിൽ നമ്മൾ തരിക്കഞ്ഞിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നെയ്യിലേക്ക് ഒരു ഉള്ളി എരിഞ്ഞതും കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. 2 രീതിയിൽ കുടിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കസ്കസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടോട് കൂടിയിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് കുടിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.